നല്ലപോലെ വേദനിച്ച് തന്നെ താവണം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ധൈര്യം കൂടിയ തീരും. അപ്പൊ സജിതയെ ചെന്ന് വെട്ടിക്കൊലപ്പെടുത്തുക, വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ വെട്ടിക്കൊലപ്പെടുത്തി. ഞാൻ വേണ്ടി വന്നാൽ ഇനിയും കൊല്ലും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള സംഭാഷണമാണ് ഈ ചെന്താമരയിൽ നിന്ന് ഉണ്ടാകുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇവരോടുള്ള വൈരാഗ്യം തീരുന്നില്ല. ആ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സജിതയുടെ ഭർത്താവിനെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുന്നു. ഒരു കാരണവുമില്ലാതെ ആ സജിതയുടെ അമ്മയായ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തും. ലക്ഷ്മി എന്നാണ് പേരെന്ന് തോന്നുന്നു. കേരളത്തിൽ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു പ്രതി ചെന്താമര നടത്തിയിരുന്നത്. നെന്മാറ സ്വദേശിയായ ചെന്താമര സമീപവാസിയായ, അതായത് അയൽപക്കംകാരിയായ സജിത എന്ന് പറയുന്ന സ്ത്രീയെയാണ് കൊലപ്പെടുത്തിയത്. ഈ സജിത എന്ന് പറയുന്ന സ്ത്രീയെ കൊല്ലുവാനുണ്ടായ കാരണം ഈ ചെന്താമര പറയുന്നത്, ചെന്താമരയുടെ അയൽപക്കംകാരിയായ ഈ സ്ത്രീയെ ആണ് ചെന്താമരയുടെ കുടുംബ ജീവിതത്തിലുണ്ടായ വിള്ളലുകൾക്ക് കാരണം എന്നുള്ള തെറ്റിദ്ധാരണയാണ് ചെന്താമരയ്ക്കുണ്ടായത്. അതായത് ഈ ചെന്താമര കടുത്ത അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ വെച്ചു പുലർത്തി വരുന്ന ഒരാളായിരുന്നു. അതുപോലെയുള്ള വിശ്വാസങ്ങളിലൂടെയായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ചെന്താമരയുടെ ജീവിതം തന്നെ. അപ്പോൾ ഈ ചെന്താമരയുടെ കുടുംബജീവിതം, അതായത് ഭാര്യയുമായിട്ടുള്ള ഇഷ്യൂസ്, ഭാര്യ പിണങ്ങിപ്പോയതിൻ്റെ കാരണത്തിനായിട്ട്, അതായത് തൻ്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ദേഷ്യവും അതിൻ്റെ പരിഹാരത്തിന് എന്നോണം ഈ ഒരു പൂജാരിയെ സമീപിക്കുകയും പൂജാരിയുടെ പ്രശ്നം വെച്ച് തൻ്റെ കഷ്ടകാലങ്ങൾക്കൊക്കെ എന്താണ് പരിഹാരം ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിൽ എല്ലാം കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചൊക്കെ ഈ ചെന്താമര വിവരിക്കുന്നു. ആരോട്? ഈ പൂജാരിയോട്. അപ്പോൾ പൂജാരി പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ കുടുംബജീവിതം നശിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ സമീപവാസിയായ ഒരു സ്ത്രീ, അതായത് അതിൻ്റെ ലക്ഷണവും പറയുന്നുണ്ട്, സ്ത്രീയുടെ ലക്ഷണവും പറയുകയാണ്. ഒരുപാട് മുടിയുള്ള ഒരു സ്ത്രീയാണ് ഇതിൻ്റെ പിന്നിൽ. അതായത് നിങ്ങളുടെ എല്ലാം കഷ്ടപ്പാടിന് പിന്നിൽ, നിങ്ങളുടെ കുടുംബജീവിതം നശിച്ചു പോയതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സ്ത്രീയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ആ സ്ത്രീ ഒരുപാട് മുടിയുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ നിങ്ങളെല്ലാം അടുത്തറിയുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ആ സ്ത്രീയാണ് നിങ്ങളുടെ എല്ലാ കുടുംബത്തിൻ്റെ അധപ്പതനത്തിന് കാരണം. ആ സ്ത്രീ പ്രവർത്തിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ കൂടോത്രം ചെയ്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ കൂടിയുള്ള ആൻസറാണ് ഇദ്ദേഹത്തിന്, അതായത് ഈ ചെന്താമരയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, അന്ധവിശ്വാസങ്ങളിലൂടെയും അനാചാരങ്ങളിലൂടെയും ചിന്തയിൽ കൂടി കടന്നു പോകുന്ന ഈ ചെന്താമര തെറ്റിദ്ധരിച്ചു. ഇവരുടെ സമീപവാസിയാണ്, അയൽപക്കംകാരിയാണ് ഒരു സജിത എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ സജിതയെ ചെന്ന് വെട്ടിക്കൊലപ്പെടുത്തുക, വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ വെട്ടിക്കൊലപ്പെടുത്തി. ജീവപര്യന്തമാണ് ആ കേസിന് ശിക്ഷ വിധിച്ചത്. ആ ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിന് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്തിലുള്ള നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ജാമ്യം ഈ ചെന്താമരയ്ക്ക് ലഭിച്ചു. അപ്പോൾ ഈ ഒരു സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയതിൻ്റെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇവരോടുള്ള വൈരാഗ്യം തീരുന്നില്ല. ആ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സജിതയുടെ ഭർത്താവിനെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുന്നു. അങ്ങനെ ആ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ സ്വന്തം ഈ സജിതയുടെ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ ഈ ഭർത്താവിൻ്റെ അമ്മയല്ല, സജിതയുടെ അമ്മ ചെന്ന് തടസ്സം പിടിക്കുന്നു. അപ്പോൾ ഒരു കാരണവുമില്ലാതെ ആ സജിതയുടെ അമ്മയായ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. ലക്ഷ്മി എന്നാണ് പേരെന്ന് തോന്നുന്നു. ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു, അമ്മയെയും വെട്ടിക്കൊലപ്പെടുന്നു. അങ്ങനെ ഇരട്ട കൊലപാതകം. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇരട്ട കൊലപാതകം നടത്തുന്നത്. നമ്മുടെ നിയമസംഹിതയാണ് അവിടെ ഈ അവസരത്തിൽ നമ്മൾ ആലോചിച്ചു പോകുന്നത്. അപ്പോൾ ഈ സജിതയുടെ കൊലപാതകത്തിന് ശേഷം ഇദ്ദേഹം ഈ ജയിലിൽ കിടക്കുമ്പോൾ ഈ സജിതയുടെ കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, സജിതയുടെ മകളും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, ഇദ്ദേഹത്തിലെ ജാമ്യത്തിൽ ഇറക്കി വിട്ടാൽ തങ്ങൾക്ക് ജീവന് ഭീഷണി ഉണ്ടാകും എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പരാതി ഈ ഭർത്താവും മകളും കൊടുത്തിരുന്നു. പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ചല്ലേ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ജാമ്യം കൊടുക്കേണ്ട സമയത്ത് ജാമ്യം തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു, നിയമം അനുസരിച്ച് തന്നെ ഈ ചെന്താമരയ്ക്ക് ജാമ്യം കൊടുത്തു. വധശിക്ഷയാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ കൊലപാതകത്തിന്, അതായത് രണ്ടാമത്തെ ഇരട്ട കൊലപാതകമാണ് നടത്തിയത്. ആ ഇരട്ട കൊലപാതകത്തിന് ഇപ്പോൾ ഈയിടെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അത് വധശിക്ഷയ്ക്കാണ് വിധിച്ചിരിക്കുന്നത്. എന്തായാലും രണ്ട് കുടുംബങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത്തരം അനീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അക്രമവും അനീതി എന്നും നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു മാറ്റം ഇതുവരെ വരുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കേസുകൾ തെളിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്,
എന്താണ് ഈ അന്ധവിശ്വാസം, നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കാരും അന്ധവിശ്വാസത്തിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം. അപ്പോൾ സജിതയെ ചെന്ന് വെട്ടിക്കൊലപ്പെടുത്തുക, വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ വെട്ടിക്കൊലപ്പെടുത്തി, ഞാൻ വേണ്ടി വന്നാൽ ഇനിയും കൊല്ലും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള സംഭാഷണമാണ് ഈ ചെന്താമരയിൽ നിന്ന് ഉണ്ടാകുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇവരോടുള്ള വൈരാഗ്യം തീരുന്നില്ല. ആ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സജിതയുടെ ഭർത്താവിനെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുന്നു. ഒരു കാരണവുമില്ലാതെ ആ സജിതയുടെ അമ്മയായ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുന്നു. ലക്ഷ്മി എന്നാണ് പേരെന്ന് തോന്നുന്നു. കേരളത്തിൽ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു പ്രതി ചെന്താമര നടത്തിയിരുന്നത്. നെന്മാറ സ്വദേശിയായ ചെന്താമര സമീപവാസിയായ, അതായത് അയൽപക്കംകാരിയായ സജിത എന്ന് പറയുന്ന സ്ത്രീയെയാണ് കൊലപ്പെടുത്തിയത്. ഈ സജിത എന്ന് പറയുന്ന സ്ത്രീയെ കൊല്ലുവാനുണ്ടായ കാരണം ഈ ചെന്താമര പറയുന്നത്, ചെന്താമരയുടെ അയൽപക്കംകാരിയായ ഈ സ്ത്രീയെ ആണ് ചെന്താമരയുടെ കുടുംബ ജീവിതത്തിലുണ്ടായ വിള്ളലുകൾക്ക് കാരണം എന്നുള്ള തെറ്റിദ്ധാരണയാണ് ചെന്താമരയ്ക്കുണ്ടായത്. അതായത് ഈ ചെന്താമര കടുത്ത അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ വെച്ചു പുലർത്തി വരുന്ന ഒരാളായിരുന്നു. അതുപോലെയുള്ള വിശ്വാസങ്ങളിലൂടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ചെന്താമരയുടെ ജീവിതം തന്നെ. അപ്പോൾ ഈ ചെന്താമരയുടെ കുടുംബജീവിതം, അതായത് ഭാര്യയുമായിട്ടുള്ള ഇഷ്യൂസ്, ഭാര്യ പിണങ്ങിപ്പോയതിൻ്റെ കാരണത്തിനായിട്ട്, അതായത് തൻ്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ദേഷ്യവും അതിൻ്റെ പരിഹാരത്തിന് എന്നോണം ഈ ഒരു പൂജാരിയെ സമീപിക്കുകയും പൂജാരിയുടെ പ്രശ്നം വെച്ച് തൻ്റെ കഷ്ടകാലങ്ങൾക്കൊക്കെ എന്താണ് പരിഹാരം ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ള തരത്തിൽ എല്ലാം കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചൊക്കെ ഈ ചെന്താമര വിവരിക്കുന്നു. ആരോട്? ഈ പൂജാരിയോട്. അപ്പോൾ പൂജാരി പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ കുടുംബജീവിതം നശിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ സമീപവാസിയായ ഒരു സ്ത്രീ, അതായത് അതിൻ്റെ ലക്ഷണവും പറയുന്നുണ്ട്, സ്ത്രീയുടെ ലക്ഷണവും പറയുകയാണ്, ഒരുപാട് മുടിയുള്ള ഒരു സ്ത്രീയാണ് ഇതിൻ്റെ പിന്നിൽ. അതായത് നിങ്ങളുടെ എല്ലാം കഷ്ടപ്പാടിന് പിന്നിൽ, അതെ, നിങ്ങളുടെ കുടുംബജീവിതം നശിച്ചു പോയതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സ്ത്രീയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ആ സ്ത്രീ ഒരുപാട് മുടിയുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ നിങ്ങളെല്ലാം അടുത്തറിയുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ആ സ്ത്രീയാണ് നിങ്ങളുടെ എല്ലാ കുടുംബത്തിൻ്റെ അധപതനത്തിന് കാരണം. ആ സ്ത്രീ പ്രവർത്തിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ കൂടോത്രം ചെയ്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ കൂടിയുള്ള ആൻസറാണ് ഇദ്ദേഹത്തിന്, അതായത് ഈ ചെന്താമരയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, അന്ധവിശ്വാസങ്ങളിലൂടെയും അനാചാരങ്ങളിലൂടെയും ചിന്തയിൽ കൂടി കടന്നു പോകുന്ന ഈ ചെന്താമര തെറ്റിദ്ധരിച്ചു. ഇവരുടെ സമീപവാസിയാണ്, അയൽപക്കംകാരിയാണ് ഒരു സജിത എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ സജിതയെ ചെന്ന് വെട്ടിക്കൊലപ്പെടുത്തുക, വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ വെട്ടിക്കൊലപ്പെടുത്തി. ജീവപര്യന്തമാണ് ആ കേസിന് ശിക്ഷ വിധിച്ചത്. ആ ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിന് നമുക്കറിയാം, നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിലുള്ള നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ജാമ്യം ഈ ചെന്താമരയ്ക്ക് ലഭിച്ചു. അപ്പോൾ ഈ ഒരു സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയതിൻ്റെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇവരോടുള്ള വൈരാഗ്യം തീരുന്നില്ല. ആ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സജിതയുടെ ഭർത്താവിനെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുന്നു. അങ്ങനെ ആ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ സ്വന്തം ഈ സജിതയുടെ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ ഈ ഭർത്താവിൻ്റെ അമ്മയല്ല, സജിതയുടെ അമ്മ ചെന്ന് തടസ്സം പിടിക്കുന്നു. അപ്പോൾ ഒരു കാരണവുമില്ലാതെ ആ സജിതയുടെ അമ്മയായ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. ലക്ഷ്മി എന്നാണ് പേരെന്ന് തോന്നുന്നു. ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു, അമ്മയെയും വെട്ടിക്കൊലപ്പെടുന്നു. അങ്ങനെ ഇരട്ട കൊലപാതകം. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇരട്ട കൊലപാതകം നടത്തുന്നത്. നമ്മുടെ നിയമസംഹിതയാണ് അവിടെ ഈ അവസരത്തിൽ നമ്മൾ ആലോചിച്ചു പോകുന്നത്. അപ്പോൾ ഈ സജിതയുടെ കൊലപാതകത്തിന് ശേഷം ഇദ്ദേഹം ഈ ജയിലിൽ കിടക്കുമ്പോൾ ഈ സജിതയുടെ കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, സജിതയുടെ ഭർത്താവും മകളും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, ഇദ്ദേഹത്തിലെ ജാമ്യത്തിൽ ഇറക്കി വിട്ടാൽ തങ്ങൾക്ക് ജീവന് ഭീഷണി ഉണ്ടാകും എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പരാതി ഈ ഭർത്താവും മകളും കൊടുത്തിരുന്നു. പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ചല്ലേ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ജാമ്യം കൊടുക്കേണ്ട സമയത്ത് ജാമ്യം തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു, നിയമം അനുസരിച്ച് തന്നെ ഈ ചെന്താമരയ്ക്ക് ജാമ്യം കൊടുത്തു. വധശിക്ഷയാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ കൊലപാതകത്തിന്, അതായത് രണ്ടാമത്തെ ഇരട്ട കൊലപാതകമാണ് നടത്തിയത്. ആ ഇരട്ട കൊലപാതകത്തിന് ഇപ്പോൾ ഈയിടെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അത് വധശിക്ഷയ്ക്കാണ് വിധിച്ചിരിക്കുന്നത്. എന്തായാലും രണ്ട് കുടുംബങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത്തരം അനീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അക്രമവും അനീതി എന്നും നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു മാറ്റം ഇതുവരെ വരുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കേസുകൾ തെളിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്,
എന്താണ് ഈ അന്ധവിശ്വാസം, നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കാരും അന്ധവിശ്വാസത്തിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം. ഈ ചെന്താമരയെ ജയിലിൽ കിടക്കുമ്പോൾ, ചെന്താമരയ്ക്ക് എന്താണ് കോടതി ചെന്താമരയുടെ കേസ് നടക്കുമ്പോൾ, വിചാരണ നടക്കുമ്പോൾ ചെന്താമരയോട് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പായി ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ചെന്താമര അഹങ്കാരത്തോടു കൂടി, അപ്പോഴും ചെയ്ത കുറ്റത്തിന് ഒരു കുറ്റബോധമൊന്നും തോന്നാത്ത രീതിയിലുള്ള അഹങ്കാരത്തോടുകൂടിയുള്ള വാക്കുകളാണ് അവിടെ ഉണ്ടായത്. ഞാൻ വേണ്ടി വന്നാൽ ഇനിയും കൊല്ലും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള സംഭാഷണമാണ് ഈ ചെന്താമരയിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോഴും ഈ ഇവിടുത്തെ നമ്മുടെ നിയമം, അതായത് ഈ കോടതിയിൽ നിന്ന് വിധിച്ചിരിക്കുന്നത് എന്താണ്, അത്തരത്തിലുള്ള ഒരു നിയമം കയ്യിലെടുത്തുകൊണ്ട് മാത്രമേ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള തരത്തിലാണ് ചെന്താമരയ്ക്ക് ഇതുപോലെയുള്ള വീണ്ടും വീണ്ടും കൊലപാതകം നടത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉള്ളതുപോലെയുള്ള ശിക്ഷകളാണ് അന്നൊക്കെ ലഭിച്ചിരിക്കുന്നത്. ജാമ്യമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അയാൾക്ക് വീണ്ടും പോയി ഇതുപോലെ കൊലപാതകം നടത്താനുള്ള സ്വാതന്ത്ര്യമാണ് ലഭിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടികൾ നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു അധികം വിഷമമാണ് തോന്നുന്നത്. കാരണം ഈ നീതി എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ആ ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ചെന്താമരയ്ക്ക് വധശിക്ഷയും 3.5 ലക്ഷം രൂപയുമാണ് വിധിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.